സംസ്ഥാനത്ത് ചൂട് വർദ്ധിച്ചു വരുന്നു. പുറത്തിറങ്ങിയാൽ ദേഹം പൊള്ളുന്ന കണക്കിന് ചൂട് അനുഭവപ്പെടുന്നു. മൂന്നാറിൽ ഉൾപ്പെടെ അൾട്രാവയലറ്റ് സൂചിക കൂടുതൽ രേഖപ്പെടുത്തി. 4 ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. ജാഗ്രത വേണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മുന്നറിയിപ്പ്. കാലാവസ്ഥാ വ്യതിയാനം ചതിച്ചു. ഇനി മഴയില്ല, ചൂട് കൂടും, അതും പൊള്ളുന്ന ചൂട്. ജാഗ്രതാ നിർദ്ദേശം എത്തിക്കഴിഞ്ഞു. സംസ്ഥാനത്ത് പകൽ സമയത്ത് അതികഠിനമായ ചൂടാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത്. പുറത്തിറങ്ങിയാൽ പൊള്ളുമെന്ന് ഉറപ്പാണ്. ശക്തമായ വെയിലും വരണ്ട കാലാവസ്ഥയുമാണ് ഇന്ന് കേരളത്തിൽ അങ്ങോളം കാണുന്നത്. രാവിലെ കുറച്ച് തണുപ്പ് അനുഭവപ്പെട്ടാലും പുറത്തിറങ്ങി ഉച്ചയാകുമ്പോൾ വിയർത്ത് കുളിക്കുന്ന അവസ്ഥ. പുറത്തിറങ്ങിയാൽ ദേഹം പൊള്ളുന്ന കണക്കിന് ചൂട്. വേനലിന്റെ കാഠിന്യം കൂടിത്തുടങ്ങിയതോടെ മിക്ക ജില്ലകളും വെന്തുരുകയാണ്. കനത്ത ചൂടിൽ പകൽ സമയങ്ങളിൽ പുറത്തിറങ്ങാൻ സാധിക്കാതെ വലയുകയാണ് ജനങ്ങൾ. പകൽ സമയത്ത് മാത്രമല്ല, ഇപ്പോൾ രാത്രിയിലും ചൂട് കൂടുതലാണ്. സാധാരണ മാർച്ച്, ഏപ്രിൽ മാസങ്ങളിലാണ് ഇത്തരത്തിൽ ചൂട് കൂടുന്നത്. എന്നാൽ ഇത്തവണ ഫെബ്രുവരി 2ാം പകുതിയോടെ തന്നെ ചൂട് കഠിനമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. സംസ്ഥാനത്ത് അനുഭവപ്പെടുന്ന കനത്ത ചൂടിന് ആശ്വാസമായി മഴയെത്തുമെന്ന് പറഞ്ഞാലും ഇപ്പോൾ മഴ പ്രതീക്ഷിക്കേണ്ട. പ്രത്യേകിച്ച് മധ്യതെക്കൻ ജില്ലകളിൽ വേനൽ മഴ ലഭിക്കുമെന്നായിരുന്നു മുന്നറിയിപ്പ്. ഇത് കനത്ത ചൂടിന് ആശ്വാസമാണെന്ന് കരുതി. പക്ഷേ ഇപ്പോൾ ആശ്വസിക്കാൻ വരട്ടെ. ഇന്ത്യൻ മഹാസമുദ്രത്തിന് മുകളിലായി രൂപപ്പെട്ട ചക്രവാത ചുഴിയാണ് ന്യൂനമർദ്ദമായി മാറിയതിനെ തുടർന്ന് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ച മഴ പെയ്യുമെന്ന് അറിയിച്ചത്. എന്നാൽ ഇപ്പോൾ അതിതീവ്രമായ UV രശ്മികളുടെ ഭീഷണി നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ മഴയെത്തുമെന്ന് കരുതേണ്ട. പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിൽ നിലവിൽ മഴയ്ക്ക് സാധ്യതയില്ലാത്തതുകൊണ്ട് തന്നെ അവിടെയെല്ലാം കനത്ത ചൂട് തന്നെയാണ് തുടരുന്നത്. സംസ്ഥാനത്ത് താപനില വർദ്ധിക്കുന്ന സാഹചര്യമാണുള്ളതെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. കൂടാതെ കേരളത്തിൽ അൾട്രാവയലറ്റ് സൂചിക അപകടകരമായ നിലയിൽ ഉയരുന്നതായും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ രേഖപ്പെടുത്തിയ ഉയർന്ന UV സൂചികയുടെ റിപ്പോർട്ട് പ്രകാരം ചില ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതായത് ഇടുക്കി, കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട്. അതീവ ജാഗ്രത പാലിക്കണമെന്നും ഗൗരവമായ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നും ഇതുമായി ബന്ധപ്പെട്ട് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മുന്നറിയിപ്പ്. ചില റിപ്പോർട്ടുകൾ അനുസരിച്ച് മൂന്നാർ, കോന്നി, ചെങ്ങന്നൂർ, ചങ്ങനാശ്ശേരി എന്നിവിടങ്ങളിലെ UV സൂചിക 8 മുതൽ 10 വരെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ഓറഞ്ച് അലർട്ടിന് തുല്യമാണ്. കൊല്ലം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ട് തുടരുകയാണ്. ഇവിടെ UV സൂചിക 6 മുതൽ 7 കാണുന്നത്. ഇത്തരത്തിൽ ചൂട് വർദ്ധിക്കുകയാണെങ്കിൽ തുടർച്ചയായി കൂടുതൽ സമയം, പ്രത്യേകിച്ച് പുറത്ത് ജോലി ചെയ്യുന്നവർ, അൾട്രാവയലറ്റ് രശ്മികൾ ശരീരത്തിൽ ഏൽക്കുന്നത് സൂക്ഷിക്കണം. കാരണം സൂര്യതാപം, ത്വക്ക് രോഗങ്ങൾ, നേതൃരോഗങ്ങൾ, മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിവയ്ക്ക് ഇത് കാരണമാകാമെന്നും അതോറിറ്റി പറയുന്നുണ്ട്. ആയതിനാൽ പകൽ 10 മണി മുതൽ 3 മണി വരെയുള്ള സമയങ്ങളിലെ UV സൂചിക ഏറ്റവും ഉയർന്ന നിലയിൽ കാണപ്പെടും. അതിനാൽ ഈ സമയങ്ങളിൽ നേരിട്ടുള്ള സൂര്യപ്രകാശം പരമാവധി ഒഴിവാക്കണം. ന്യൂസ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.